guys, welcome back to my channel. So, in the birthday gift unboxing video. So, we have gift first gift in dress. And the birthday dress birthday gift. ശരിക്കും ഞാൻ ഈ ഒരു റെഡ് ഡ്രസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ബട്ട് ചേച്ചി തന്നപ്പോൾ ഇത് ഇട്ടുകൊണ്ട് നല്ലതായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഇതിട്ടു. ഇത് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ കണ്ടായിരുന്നു. പിന്നെ സർപ്രൈസ് ആയിട്ട് വീണ്ടും ഒരു ഗിഫ്റ്റ് വേണ്ടി തന്നു. ഞാൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇതാണ്, എനിക്കിങ്ങനെ ജ്വല്ലറീസ് ഒക്കെ നല്ല ഇഷ്ടമാണ്. ഇങ്ങനൊരു കീ ചെയിൻ, പിന്നെ അതിൻ്റെ തന്നെ കമ്മൽ, പിന്നെ അതിൻ്റെ തന്നെ ഒരു മാലയും ആണ് എനിക്ക് തന്നായിരുന്നത്. ശരിക്കും ഇത് ഒറ്റയ്ക്ക് തന്നെ ഇടുമ്പോൾ നല്ലൊരു എലഗൻറ്റ് ഫീലാണ്. പിന്നെ എൻ്റെ ചേട്ടൻ തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇങ്ങനൊരു സെറ്റ്. ഇത് ബോഡി വാഷും പിന്നെ സ്പ്രേയും കൂടെ ഒരുമിച്ചുള്ളതാണ്. ഗേൾസിൻ്റെ ക്വീൻ എന്നൊക്കെ എഴുതിയിട്ടുള്ള. ഇതും എനിക്കിഷ്ടമാണ്. അങ്ങനത്തെ ബോഡി ലോഷൻസും ഇങ്ങനെ ഗേളി സ്പ്രേസൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് അടിപൊളിയാണ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ പാക്കിങ്. അടുത്ത മനസ്സിലാക്കി. ഇതാണ് സ്പ്രേ. നമുക്കൊന്ന് അടിച്ച് നോക്കാം. അത് വാവ്, നല്ല അടിപൊളി സ്മെല്ല്. പിന്നെ ഇത് ഷവർ ജെല്ലാണ്. നല്ല നല്ല സ്മെൽ, അടിപൊളി സ്മെൽ. സോ പിന്നെ അതേപോലെ തന്നെ ഒരു സെറ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തായിരുന്നു. ജോഷ്മ എന്ന് പറഞ്ഞ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താട്ടോ. അത് ഇങ്ങനത്തെ നല്ല അടിപൊളി, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. നല്ല സ്മെല്ലിൻ്റെ, നല്ല ഫ്ലവേഴ്സിൻ്റെ ഒക്കെ അടിപൊളിയാണ്. ഇതും നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതൊക്കെ അവർ നല്ല അടിപൊളിയായിട്ടാണ് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തായിരുന്നു. ഇതൊരു സെറ്റാണ് കേട്ടോ. ഇത് ബോഡി വാഷ്, പിന്നെ അതിൻ്റെ തന്നെ ബോഡി ലോഷൻ, പിന്നെ അതിൻ്റെ ഹാൻഡ് ക്രീം. ഹാൻഡ് ക്രീം എനിക്ക് എപ്പോഴും അത്യാവശ്യമാണ്. എപ്പോഴും നമുക്ക് ഹാൻഡിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. കൈയൊക്കെ നല്ല സോഫ്റ്റ് ആവും നമ്മൾ ഹാൻഡ് ക്രീം ഉപയോഗിച്ചാൽ. നല്ല അടിപൊളി സ്മെല്ല്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ്. ഇത് ബോഡി ലോഷൻ. ഇത് ബോഡി ലോഷൻ. ബോഡി ലോഷനും ഹാൻഡ് ക്രീമിനും സെയിം മണമായിരിക്കും. സെയിം സ്മെല്ലാണ്. രണ്ടിനും സെയിം സ്മെല്ലാണ്. പിന്നെ ഇത് ഷവർ ജെല്ല്. ഇത് മൂന്നും സെയിം സ്മെല്ലാണ് കേട്ടോ. 3 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണെങ്കിലും മൂന്നും സെയിം സ്മെല്ലാണ്. നല്ല അടിപൊളിയാണ്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് തെരേസ്, അവള് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള സമ്മർ വൈബായിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഇത് നമുക്ക് നമ്മുടെ സ്കൂളിലേക്കും വർക്കിനൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ മേക്കപ്പ്, പിന്നെ സ്പ്രേ, പിന്നെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല അടിപൊളിയായിരിക്കും. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് പിന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കളറാണ് ഈ കളറ്, ഒരു പച്ച പോലത്തെ കളർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവൾ പറഞ്ഞായിരുന്നു ഇയറിങ് ഉണ്ടെന്ന്. ഇങ്ങനൊരു ഇയറിങ് ആണ്. ഒരു പച്ച പോലെ വരുന്ന ഒരു ഇയറിങ്. നല്ല അടിപൊളിയാണ് കേട്ടോ ഇത്. പിന്നെ ഒരു മസ്കാര. ഞാൻ എപ്പോഴും അവളുടെ അടുത്ത് പറയാറുണ്ട്, എനിക്ക് മസ്കാര ഇടുന്നത് എപ്പോഴും ഇഷ്ടമാണ്. നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിലും മസ്കാര മാത്രം ഇട്ടാൽ തന്നെ നല്ലൊരു പ്രത്യേക ഒരു ലുക്ക് വരും. നോൺ മേക്കപ്പ് ലുക്കിലൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. എൻ്റെ ഉണ്ട്, ബട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് അവൾ അതുകൊണ്ട് എനിക്ക് വാങ്ങിച്ച് തന്നായിരുന്നു. നല്ല അടിപൊളിയാണ്. നല്ല തിക്കായിട്ട് നല്ല വോളിയം ആയിട്ടിരിക്കും. അപ്പോൾ ഇതാണ് അവൾ തന്ന ഗിഫ്റ്റ്.
പക്ഷെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുള്ളത്. അത് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ. പൊളി, അടിപൊളി. താങ്ക് യു ഗൈസ്. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് തന്നതാണ് ഇങ്ങനത്തെ ഒരു ബാഗ്. ഇങ്ങനത്തെ ബാഗ് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. പക്ഷെ ഇങ്ങനത്തെ അല്ല വന്നേ, വേറൊരു ടൈപ്പാണ് വന്നേ. അത് ഞാൻ കാണിച്ചു തരാം. ശരിക്കും ഞാൻ ഇങ്ങനത്തെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഈ കളർ. ഞാൻ ഒരു പിങ്ക് കളറിൽ വേറെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ തന്നെ. പക്ഷെ ഇതേപോലെ അല്ല അതിൻ്റെ മോഡൽ, വേറെ മോഡലാണ്. അപ്പോൾ അതിന് സെയിം. താങ്ക് യു ശ്രുതി. ശ്രുതി തന്നാട്ടോ അത്. ശ്രുതി താങ്ക് യു. പിന്നെ ഇത് നമ്മുടെ വേറൊരു ഫ്രണ്ട് ഗായത്രി തന്നതാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. ഇതൊരു ടോപ്പാണ്, ഒരു ഷർട്ട് പോലത്തെ. ഇതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോസിലൊക്കെ ഇട്ടിട്ട് ഞാൻ വ്ളോഗ് എടുക്കുന്നതായിരിക്കും. നമുക്ക് കുറേ ചോക്ലേറ്റ്സ് തന്നായിരുന്നു. ഇതൊക്കെ നമ്മുടെ സുധേച്ചി, ഗായത്രി, ജോഷ്മ അവർക്ക് തന്നതാണ് കേട്ടോ ഈ മിഠായികൾ. എനിക്ക് ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് നല്ല ഇഷ്ടമാണ്. ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ് ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ലിൻഡിൽ ഏറ്റവും അടിപൊളിയാണത് ലിൻഡിൻ്റെ ചോക്ലേറ്റ്സ്. പിന്നെ ഇത് നമ്മുടെ മരിയ തന്നതാണ്. മരിയ ഫ്രണ്ട്സ് അവർ തന്നതാണ്. അടിപൊളി ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫോർക്കോട്ട് പോലത്തെ ടോപ്പാണ് ഇത്. ജസ്റ്റ് ഉള്ളിൽ എന്തെങ്കിലും ജസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഇടാം. നല്ല അടിപൊളിയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കളറ്. നല്ല മാച്ചിങ് ആണ്, എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഈ സമ്മറിൽ പറ്റിയ ഡ്രസ്സാണ്, ഇടാൻ പറ്റിയതാണ്, അടിപൊളി ആണ്. പിന്നെ ഗൈസ് ഇത് എനിക്ക് സർപ്രൈസ് ആയിട്ട് അവർ തന്നതാണ്. പാട്ടൊക്കെ പാടിയിട്ട് എനിക്ക് കൊണ്ട് തന്നതാണ് ഇത്. എനിക്ക് നല്ല ഇഷ്ടമാണ്. റോസസ് അടിപൊളിയാണ്. ഇത് കാണാൻ തന്നെ എന്ത് സ്പെഷ്യലാണ്, നല്ല സ്മെല്ലും. ഇത് ഫുൾ ബർത്ത്ഡേ വീക്കിൽ ഇങ്ങനെ റൂമിലിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റിവിറ്റിയാണ്. നല്ല അടിപൊളിയാണ്. ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വീട്ടിലിങ്ങനെ വെക്കുന്ന അടിപൊളിയല്ലേ, റൂമിലൊക്കെ ഇങ്ങനെ വെക്കുന്ന നല്ല അടിപൊളിയല്ലേ. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കാണുന്ന ഒരു സ്ഥലത്ത് വെച്ചേക്കണം. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമ്മളിത് കണ്ട് എഴുന്നേക്കും. നല്ല പോസിറ്റീവ് എനർജിയാണ്, നല്ല അടിപൊളിയാണ് ഫ്ലവേഴ്സ്. ഈ ഗിഫ്റ്റ് എനിക്കറിയത്തില്ല ആരാ തന്നേന്ന്. ഞാൻ എൻ്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ ഇത് അവിടെ താഴെ ഇരിക്കുന്നു. എനിക്കറിയില്ല ആരാ തന്നേന്ന്. ഇതിൽ ഞാൻ നോക്കി വല്ല കത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. പക്ഷെ അതിലൊന്നുമില്ല. എനിക്കറിയില്ല ഇത് ആരാ തന്നേന്ന്. എനിക്ക് തോന്നുന്നു എൻ്റെ തൊട്ടപ്പുറത്തല്ല, എൻ്റെ ഇവിടെ തന്നെ, ഞാൻ വേഗയില താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ അവിടെ ഒരു അങ്കിള് പോലത്തെ ഒരാൾ താമസിക്കുന്നുണ്ട്. അതൊരു ജർമ്മൻകാരനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അയാളാണെന്ന് തോന്നുന്നു തന്നത്. ഇന്നലെ ഞാൻ ആൾക്ക് കേക്ക് കൊണ്ട് കൊടുത്തായിരുന്നു എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾ പറഞ്ഞു അന്ന് ഞാൻ നാളെ വിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ തലേദിവസമൊക്കെ നമ്മൾ വിഷ് ചെയ്ത് കഴിഞ്ഞാൽ ബാഡ് വിഷാണ്, ബാഡ് ലക്കാണെന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതുകൊണ്ട് ആൾ പറഞ്ഞു അങ്ങനെ ഞാൻ നാളെ വിഷ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു അയാളാണ്. ഞാൻ ആളെ കണ്ടിട്ടുമില്ല. കാണുകയാണെങ്കിൽ ചോദിക്കണം ചേട്ടനാണോ ഇത് അവിടെ കൊണ്ടുവച്ചത്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഇഷ്ടമാണ് ഫ്ലവേഴ്സ്, പ്ലാന്റ്സിനോടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇതൊരു പ്ലാന്റ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ റൂമിൽ വെച്ച് വളർത്താൻ പറ്റുക ഇൻഡോർ പ്ലാന്റ് ആണ്. അത് നല്ല അടിപൊളി കളർ, റെഡ്. ആ റെഡിൽ ഗ്രീൻ വരുന്നത്. ഇങ്ങനത്തെ ഇവിടുത്തെ ചെടികളൊക്കെ ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് കാണാമെന്നൊക്കെ തോന്നും. പക്ഷെ പ്ലാസ്റ്റിക്കിൻ്റെ ഒറിജിനലാണ്. ഇത് കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്പെഷ്യൽ അല്ലേ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ പേര് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ഒക്കെ അയച്ചായിരുന്നു. സോ അവർക്കൊക്കെ താങ്ക്സ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കണോട് അമർത്തുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.